പശ്ചിമേഷ്യയിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും ആശങ്ക ഒഴിയുന്നില്ല. ഇസ്രയേൽ ഒറ്റയ്ക്ക് യുദ്ധ ഒരുക്കങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ തന്ത്രപ്രധാന നിയമനങ്ങളിലൂടെ കനത്ത തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വരുന്നു. അതിലും പ്രധാനപ്പെട്ട ഒരു തിരിച്ചടിക്ക് ഇറാൻ ഒരുങ്ങി എന്നതിന്റെ വിവരങ്ങളാണ് ഇന്ന് പുറത്തുവരുന്നത്. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ വധശ്രമത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്നതാണ് റിപ്പോർട്ട്. ട്രംപ് താമസിച്ച ഹോട്ടലും റൂമും ഇറാന്റെ റഡാറിലായിരുന്നു എന്നതാണ് വിവരം. ജീവഭയത്താൽ അങ്കാറയിൽ നിന്നുള്ള വിമാനം മാറിക്കയറിയെന്നുള്ള വിവരം ട്രംപ് തന്നെ സ്ഥിരീകരിക്കുന്നു. തനിക്ക് ധാരാളം ഭീഷണികൾ ലഭിക്കാറുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ ഓരോ നീക്കവും ഇറാൻ നിരീക്ഷിക്കുന്നു എന്ന പുതിയ വിവരം പരമോന്നത നേതാവിനെ അടക്കം കൊലപ്പെടുത്തിയ ട്രംപിനെ വകവരുത്താൻ ഇറാൻ തക്കം പാർത്തിരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ഇറാൻ അമേരിക്ക യുദ്ധം സൈനിക ഏറ്റുമുട്ടലിൽ നിന്ന് ട്രംപിന്റെ വ്യക്തിഗത സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്കിടെ വധശ്രമത്തിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് എന്നതാണ് റിപ്പോർട്ട്. ട്രംപ് താമസിച്ച കെട്ടിടം ഏതാണെന്നും അദ്ദേഹം ആ കെട്ടിടത്തിന്റെ ഏത് നിലയിലാണുള്ളതെന്നും ഏത് റൂമിലാണ് എന്നതും വരെ ഇറാന്റെ ഏജന്റുമാർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയതായാണ് റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് അതീവ സുരക്ഷാ മുൻകരുതലുകളോടെയാണ് ട്രംപിനെ അങ്കാറയിൽ നിന്ന് മാറ്റിയത്. ട്രംപ് സഞ്ചരിക്കേണ്ട ഔദ്യോഗിക വിമാനമായ എയർഫോഴ്സ് വണ്ണിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായേക്കുമെന്ന രഹസ്യ വിവരമാണ് ആദ്യം പുറത്തുവന്നത്. എന്നാൽ ട്രംപിന്റെ ഓരോ നീക്കവും ഇറാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന വിവരം അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഞെട്ടിച്ചതായാണ് റിപ്പോർട്ട്. ട്രംപ് താമസിച്ചിരുന്ന കൃത്യമായ സ്ഥലത്തെക്കുറിച്ചും കെട്ടിടത്തിലെ ഏത് നിലയിലാണ് അദ്ദേഹം ഉള്ളതെന്നതിനെക്കുറിച്ചും ഇറാന്റെ ഏജന്റുമാർക്ക് അറിവുണ്ടായിരുന്നുവെന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കൃത്യമായ വിവരം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഉച്ചകോടി നടന്ന സ്ഥലത്തിന് സമീപം മിസൈലുകളുമായി ആളുകളെ കണ്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസികളും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ സുരക്ഷാ വിഭാഗം വിമാനം മാറ്റാൻ തീരുമാനിച്ചത്. ഖത്തർ നൽകിയ പുതിയ വിമാനത്തിലായിരുന്നു ട്രംപിന്റെ അങ്കാറയിലേക്കുള്ള യാത്ര. മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അതിൽ പൂർണ്ണമല്ലാതിരുന്നത് വിമാനം മാറ്റാനുള്ള പ്രധാന കാരണമായി. ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കാൻ നാടകീയ നീക്കങ്ങളാണ് പിന്നീട് അങ്കാറ വിമാനത്താവളത്തിൽ നടന്നത്. ഖത്തർ സമ്മാനിച്ച അത്യാധുനികമായ ബോയിംഗ് 7478 വിമാനത്തിലായിരുന്നു ട്രംപ് ആദ്യം യാത്ര ചെയ്യാനിരുന്നത്. എന്നാൽ ഭീഷണി ഉയർന്നതോടെ അദ്ദേഹം ക്യാമറകൾക്ക് മുന്നിൽ വെച്ച് പഴയ എയർഫോഴ്സ് വൺ വിമാനത്തിൽ കയറി. പിന്നീട് അവിടെ നിന്ന് രഹസ്യമായി C-32A എന്ന ചെറിയ വിമാനത്തിലേക്ക് മാറി. ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള കണ്ടെയ്നറിലാണ് ട്രംപിനെ പഴയ വിമാനത്തിൽ നിന്ന് രഹസ്യമായി ചെറിയ വിമാനത്തിലേക്ക് മാറ്റിയതെന്നാണ് റിപ്പോർട്ട്. മാധ്യമപ്രവർത്തകരും വൈറ്റ് ഹൌസ് ജീവനക്കാരും ട്രംപ് പഴയ വിമാനത്തിൽ തന്നെ ഉണ്ടെന്നാണ് കരുതിയിരുന്നത്. ട്രംപ് വിമാനം മാറിയ വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. വിമാനത്തിന്റെ ജനൽ കർട്ടനുകൾ താഴ്ത്തിയിടാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവർക്ക് കർശനമായ നിർദ്ദേശം നൽകി. ട്രംപ് ഈ വിമാനത്തിൽ തന്നെ ഉണ്ടെന്ന തോന്നലുണ്ടാക്കാനാണ് ഇങ്ങനെ ചെയ്തത്. ഉദ്യോഗസ്ഥരോ മാധ്യമപ്രവർത്തകരോ ഈ വിവരം ആദ്യം അറിഞ്ഞിരുന്നില്ല. എന്നാൽ ബ്രിട്ടനിൽ എത്തിയപ്പോൾ ട്രംപ് പഴയ ബോയിംഗ് വിമാനത്തിൽ നിന്ന് തന്നെയാണ് പുറത്തു വന്നത്. പിന്നീട് അദ്ദേഹത്തെ വീണ്ടും ഖത്തർ സമ്മാനിച്ച വിമാനത്തിലേക്ക് തന്നെ മാറ്റുകയായിരുന്നു. വിമാനങ്ങൾ മാറിയതിനെക്കുറിച്ച് വൈറ്റ് ഹൌസിന്റെയോ ട്രംപിന്റെയോ ഭാഗത്തുനിന്ന് ഔദ്യോഗിക പ്രസ്താവനകളൊന്നും വന്നിരുന്നില്ല. ഇക്കാര്യം US പ്രസിഡന്റ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. ഒഹായോയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കി. തുർക്കിയിൽ നടന്ന ഉച്ചകോടിക്കിടെ സുരക്ഷാ ഭീഷണിയെ തുടർന്ന് താൻ വിമാനം മാറി യാത്ര ചെയ്തതായി സ്ഥിരീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും സൈന്യത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് ഈ മാറ്റമെന്നാണ് വ്യക്തമാക്കിയത്. തനിക്ക് നിരവധി ഭീഷണികൾ നിലവിലുണ്ടെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പ്രസിഡന്റിന് ഇത്തരം വെല്ലുവിളികൾ സ്വാഭാവികമാണ് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. സീക്രട്ട് സർവീസും സൈന്യവുമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തത്. മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാനാണ് അവർ ആവശ്യപ്പെട്ടത്. അവർ പറയുന്നത് പോലെയാണ് താൻ ചെയ്യാറുള്ളത്. എന്തെങ്കിലും ഭീഷണി ഉണ്ടായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് താൻ കൂടുതലൊന്നും ചിന്തിച്ചിട്ടില്ല. തനിക്ക് ധാരാളം ഭീഷണികൾ ഉണ്ട് എന്ന് ട്രംപ് പറയുന്നു. So I go by Secret Service and the military. They wanted me to go on a different flight, a different plane, equal safety, but they wanted me to do it, so I do it. I do what they say. Why did they want you to do that? I guess there was a threat out there. I didn't really ask them much about it. I get a lot of threats. Well, I don't know. I think actually the plane that I flew on was at greater risk. അമേരിക്കയ്ക്ക് നിർണായക വിവരം നൽകിയത് ഇസ്രയേൽ ആണെന്നാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇറാന്റെ വധശ്രമ ഭീഷണിയെക്കുറിച്ച് ഇസ്രയേൽ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ എയർഫോഴ്സ് വണ്ണിൽ നിന്ന് രഹസ്യമായി മാറ്റിയതെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ
പേര് വെളിപ്പെടുത്താത്ത ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാൻ ഷോൾഡർ ടു എയർ മിസൈലുകൾ ഉപയോഗിച്ച്, അതായത് ഒരു വ്യക്തിക്ക് തോളിൽ വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള താഴ്ന്ന ഉയരത്തിൽ പറക്കുന്ന വിമാനങ്ങളെയോ ഹെലികോപ്റ്ററുകളെയോ ഒക്കെ ലക്ഷ്യമിടുന്ന മിസൈൽ ഉപയോഗിച്ച് ട്രംപ് സഞ്ചരിക്കുന്ന വിമാനം തകർക്കാൻ പദ്ധതിയിട്ടിരുന്നതായാണ് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് വിവരം ലഭിച്ചിരുന്നത്. കഴിഞ്ഞ മാസം തന്നെ ട്രംപിനെ വധിക്കാനുള്ള പുതിയൊരു ഗൂഢാലോചന ഇറാൻ തയ്യാറാക്കുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം അമേരിക്കയെ അറിയിച്ചതായി വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ അന്ന് ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല. ചുരുക്കത്തിൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ ട്രംപിനെതിരായ ഭീഷണി അമേരിക്കൻ സുരക്ഷാ സംവിധാനങ്ങൾ കണക്കാക്കിയതിലും ഗൗരവമുള്ളതായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് ഒരു വിമാനത്തെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യതയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരമാണ് അദ്ദേഹത്തെ സാധാരണ യാത്രാ രീതിയിൽ നിന്ന് മാറ്റി മറ്റൊരു സൈനിക വിമാനത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നയിച്ചതെന്നാണ് കണക്കാക്കുന്നത്. അതിനുമപ്പുറം അദ്ദേഹത്തിന്റെ താമസ സ്ഥലം പോലും സ്പോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ഇറാൻ നീങ്ങിയിരുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതാണ് വളരെ ഗൗരവമുള്ളതാക്കുന്നത്. അയത്തുള്ള അലി ഖമനയുടെ വിലാപയാത്രക്കിടയിൽ ട്രംപിനെയും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും വധിക്കണമെന്ന് ജനക്കൂട്ടം ആർത്ത് വിളിച്ചിരുന്നു. കിൽ ട്രംപ് എന്നെഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു ജനങ്ങൾ തടിച്ചുകൂടിയത്. പിന്നീട് ടെഹ്റാനിലെ മധ്യഭാഗത്തുള്ള ഒരു ചത്വരത്തിന് സമീപത്തെ കെട്ടിടത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കറുത്ത ശവപ്പെട്ടിയിൽ കിടത്തിയ രീതിയിൽ ചിത്രീകരിച്ച വലിയൊരു ചുവർ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് വാർത്തയായിരുന്നു. ഇതൊക്കെ ഇറാൻ ട്രംപിനെ ലക്ഷ്യമിടുന്നു എന്ന തരത്തിൽ ചർച്ചയായെങ്കിലും ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചിരുന്നു. തന്നെ തൊട്ടാൽ ഇറാനെ തീർക്കുമെന്നും 1000 മിസൈലുകൾ സജ്ജമെന്നുമാണ് ട്രംപ് ജൂലൈയിൽ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഇറാന്റെ കണ്ണുകൾ ട്രംപിന് പിന്നാലെയുണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇറാൻ അമേരിക്ക ഏറ്റുമുട്ടൽ രാഷ്ട്രീയമോ സൈനികമോ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നും ട്രംപിന്റെ വ്യക്തിഗത സുരക്ഷയ്ക്ക് നേരിട്ട് ഭീഷണി ഉയർത്തുന്ന സാഹചര്യമായി മാറിയിരിക്കുന്നുവെന്നുമാണ് സൂചിപ്പിക്കുന്നത്.